ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രജീസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാനും അതേപോലെ തന്നെ ഒന്ന് ടാനൊക്കെ ഒന്ന് കുറഞ്ഞൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറലായിട്ടൊരു പൗഡർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം അരിപ്പൊടി ആട്ടം എടുക്കുന്നത്, നന്നായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി ആട്ടം എടുത്തിട്ടുള്ളത്. പിന്നെ 1.25 ടീസ്പൂണോളം ചെറുപയർ പൊടിയാട്ടം എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറുപയർ പൊടി. നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ആവാനായിട്ട് ചെറുപയർ പൊടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അരിപ്പൊടി നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കടലമാവ് പൊടിയും അതേപോലെ തന്നെ സാൻഡൽ പൗഡറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിത് പാലിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒരു പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 1.25 ടീസ്പൂണോളം ചെറുപയർ പൊടി എടുത്തിട്ട് അത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. തൈരിലോ പാലിലോ അല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടറിലോ അല്ലെങ്കിൽ വെറും വെള്ളത്തിലും പയറുപൊടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റിന് ശേഷം പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് പാക്ക് വാഷ് ചെയ്ത് കളയാം. നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. വെളുത്തിട്ട് മാറിയില്ലെങ്കിലും അത്യാവശ്യം സ്കിന്നൊന്ന് ക്ലിയറായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.